ആണ്ടവരുടെ നാമം മയപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു കറുത്ത ദിവസം കൂടെ തന്നിരിക്കെ നമ്മൾ ആണ്ടവർ നമ്മളോട് പേശുന്നത് നമുക്ക് ശ്രവിച്ചിടാം, നമുക്ക് കേട്ടിടാം. എന്നെ ആണ്ടവർ നമ്മളോട് എന്നെ പേശുത്. നമ്മൾ എപ്പിസോഡ് 82 താൻ നമ്മൾ പാക്കുന്നത്. എപ്പിസോഡ് 82 അതിൽ നമ്മൾ വാസിച്ചുകൊണ്ടിരുന്നത് ഫിലിപ്പി ലേഖനം 1:1 താൻ നമ്മൾ വാസിച്ചിരുന്നത്. ഇപ്പോൾ 2-ാം വാക്യത്തിലേക്ക് നമുക്ക് പോയിടാം. 1-ാം വാക്യം கொஞ்சம் നമ്മൾ വിസാരിച്ചിട്ട് 2-ാം വാക്യത്തിലേക്ക് നമുക്ക് പോയിടാം. നമ്മൾ 1-ാം വാക്യത്തിൽ നമ്മൾ എന്നാ പാത്താച്ച് അങ്ങേ നമ്മൾ വാസിക്കുന്ന ഇപ്പോഴ് ക്രിസ്തുയേശുവിൻ്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പിയിലെ ക്രിസ്തുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷന്മാർക്കും കൂടെ എഴുതുന്നത്. ഇങ്ങ മലയാളത്തിൽ ഇപ്പടി ചൊല്ലിയിരിക്കെ ആര് എഴുത് നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചാച്ച്. എന്നാലും പൗലോസും തിമോത്തിയോസും അവരെപ്പറ്റി നമ്മൾ നേരത്തെ നമ്മൾ കേട്ടാച്ച്. അവർ ആർക്ക് എഴുതുന്നത് എന്ന് എഴുതിയിരിക്കുന്നത് ഫിലിപ്പിയിലുള്ള ലോകത്തിലുള്ള വിശ്വാസികൾക്കും മറ്റുമല്ല വിശുദ്ധന്മാർക്കും അധ്യക്ഷർക്കും ശുശ്രൂഷന്മാർക്കും, അതായത് എല്ലാ വിശ്വാസികൾക്കും എല്ലാ അധ്യക്ഷന്മാർക്കും എല്ലാ ശുശ്രൂഷന്മാർക്കും ഇത് ഇങ്ങനെ നമ്മൾ ഒരു കാര്യം നമ്മൾ വിചാരിച്ചിട്ട് ഈ അധ്യക്ഷന്മാരും ശുശ്രൂഷന്മാരും എന്ന് ചൊല്ലിയാൽ അങ്ങ് ഒരു അധ്യക്ഷനല്ല, അധ്യക്ഷന്മാർ 2 അതിൽ ജാസ്തിയോ ഇരിക്കും. അതേപോലെ ശുശ്രൂഷന്മാരും 1-2 ജാസ്തി ഇരിക്കും. ഇംഗ്ലീഷിൽ ജീസസ് വിച്ച് ആർ ഫിലിപ്പി വിത്ത് ബിഷപ്സ് ആൻഡ് ഡീക്കൻസ്. ഇങ്ങ ബിഷപ്സ് എന്ന് ചൊല്ലിയാൽ മീനിങ് സെയിം താൻ എൽഡേഴ്സിനെ താൻ ബിഷപ്പ് എന്ന് ചൊല്ലിക്കുക, അല്ലെങ്കിൽ പാസ്റ്റർ എന്ന് ചൊല്ലിയിരിക്കുക. അതായത് ബിഷപ്പ് എന്ന് ചൊല്ലിയാൽ അതായത് മൂപ്പന്മാര് അത് ഒരു മൂപ്പന്മാരാണ്. മൂപ്പൻ അല്ല, ഒറ്റയ്ക്ക് ഒരു മൂപ്പൻ അല്ല. ഒരു ഒറ്റ മൂപ്പനായിട്ട് സഭയെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയില്ല. അത് ഞാൻ നേരത്തെ ആടിനെ പറ്റി ഞാൻ ചൊല്ലി ഒരു ഇടയൻ മുന്നിലും ഒരു ഇടയൻ പിന്നിലും നിൽക്കണം. 2 പേര് അതിൽ കൂടുതലും കാണും. ഒരാൾ സൈഡിലും നിൽക്കും. അന്നേരം 2-3 ഇടയന്മാരെ തേവപ്പെടും, ഇല്ലാതെ പറ്റത്തില്ല. അന്നേരം ഇങ്ങനെ ബിഷപ്സ് ആൻഡ് ശുശ്രൂഷകന്മാർ വചനം പേശുന്ന അല്ലെങ്കിൽ വചനത്തെ പറ്റി സംസാരിക്കുന്ന, വചനത്തെ പറ്റി പൊടിയുന്നവർ താൻ ഇങ്ങനെ ചൊല്ലി. ഇപ്പം നമ്മൾ 2-ാം വാക്യത്തിൽ നമ്മൾ എന്നാ വാസിക്കുന്നത്? ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും. 3-ാം വാക്യം, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇങ്ങ അപ്പോസ്തലനായ പൗലോസും തിമോത്തിയോസും എന്നെ എഴുതുക, അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് എന്നെ എഴുതുക. നിങ്ങൾക്ക് 2 ഇടത്തു നിന്ന് രണ്ട് കൃപാവരം കിടക്കണം. ആരൊക്കെതാ? പിതാവായ ദൈവത്തിൻ്റെ നിന്നും പുത്രനായ ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് രണ്ട് ഫലങ്ങൾ കിടക്കണം. 2 ഫലങ്ങൾ. ഏതൊക്കെ ഫലങ്ങളാണ് ഇങ്ങനെ ചൊല്ലിയിരിക്കുന്നത്? എന്താ ഇങ്ങനെ ചൊല്ലിയിരിക്കുന്നത്? നിങ്ങൾക്ക് കൃപയും സമാധാനവും. പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തു. 2 പേരുടെ പേര് അത് പിതാവായ ദൈവം, കർത്താവായ യേശുക്രിസ്തു. ഇവർ 2 ഒന്നാണെങ്കിൽ തന്നെയും 2 പേരുടെ ഫങ്ഷൻസ് 2 വേറെയാണ്. പിതാവായ ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ വന്ന പിതാവിൻ്റെ ചിത്തം ചെയ്യുവാൻ വേണ്ടി ഈ ലോകത്തിൽ വന്ന് നമ്മളെ രക്ഷിപ്പാൻ തക്കോണം, നമ്മളെ വീണ്ടെടുപ്പാൻ തക്കോണം അവൻ ഈ ലോകത്തിൽ വന്നു. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ കൃപ, ആ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ തൻ്റെ പുത്രനെ ഈ ലോകത്തിൽ അണുത്തിയത്. നമുക്ക് നല്ലപോലെ വിചാരിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ്. അത് മാത്രമല്ല, അവൻ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ നമുക്ക് എന്നാ കിടച്ചാച്ചേ? സമാധാനം കിടച്ചാച്ച്. ഇംഗ്ലീഷിൽ എന്നാ വായിക്കുന്നത്? ഗ്രേസ് ബി അൺടു യു ആൻഡ് പീസ് ഫ്രം ഗോഡ് അവർ ഫാദർ ഫ്രം ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഇംഗ്ലീഷിലും അത് തന്നെ സെയിം. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും പുത്രനായ ദൈവത്തിങ്കിൽ നിന്നും എന്നാ കിടക്കുന്നത്? കൃപയും സമാധാനം. സെയിം കൃപയും സമാധാനം 2 സെയിം രീതിയിൽ തന്നെ ചൊല്ലിക്കും. അന്നേരം കൃപയും സമാധാനവും നൽകുന്ന ആരുതാൻ?
പിതാവായ ദൈവം കൃപ നൽകും, പുത്രനായ ദൈവം നമുക്ക് സമാധാനം നൽകും. അത് എപ്പടി கிடைക്കും? അത് നമ്മൾ വിചാരിക്കേണ്ട കാര്യം തന്നെ. അതായത് പിതാവായ ദൈവം നമ്മളോട് ദയ തോന്നി, അല്ലെങ്കിൽ നമ്മളോട് കരുണ തോന്നി, അല്ലെങ്കിൽ നമ്മളെ ഇത്രമാത്രം നേസിച്ച് ആ നേസം മൂലം അവന് എന്നാ ചെയ്താച്ച്, പിതാവായ ദൈവം എന്നാ ചെയ്താച്ച്, അവൻ നമ്മൾ കൃപ തോന്നിയുകൊണ്ട് നമുക്ക് അവന്റെ കൃപയ്ക്ക് നമ്മൾ യോഗ്യത. കൃപയെന്ന് ചൊല്ലിയാൽ നമുക്ക് கிடைക്കാൻ പറ്റാതെ, നമുക്ക് അതിന് യോഗ്യത கிடைക്കാതെ, അതായത് നമുക്ക് യാതൊരു രീതിയിലും അതിന് യോഗ്യതയില്ല, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ കൃപ കിട്ടുവാൻ തക്കോണം യാതൊരു രീതിയിലും ഇല്ല. നമുക്ക് അർഹിക്കാത്ത കരുണയാണ് ദൈവം കൃപ മൂലം നമുക്ക് നൽകി. ദൈവത്തിൻ്റെ കൃപ, ദൈവം നമുക്ക് അർഹിക്കാത്ത, അല്ലെങ്കിൽ നമുക്ക് വി ആർ നോട്ട് ഡിസർവ് ഫോർ ദ ഗ്രേസ്. അതായത് ആണ്ടവർക്ക് ചിത്തമല്ലാത്ത, അതായത് ആണ്ടവർക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യം ആണ്ടവർ എന്നാ സ്ഥിരാച്ചേ, പിതാവായ ദൈവം തൻ്റെ കൃപ മൂലം തൻ്റെ പുത്രനെ ഈ ലോകത്തിൽ അനുഭവിച്ചത്. എന്തിനാ പുത്രനെ ഈ ലോകത്തിൽ അനുഭവിച്ചത്? ഈ ലോകത്തിൽ എന്നാ പറ്റിയാച്ചേ, ലോകത്തിൽ സമാധാനമേ கிடைക്കാതെ, എന്നൊരു സമാധാനമില്ലാത്ത ഈ ലോകത്തിൽ വന്നിട്ട് അവൻ എന്നാ പണിയാച്ചേ, നമുക്ക് സമാധാനം തന്നാച്ച്. സമാധാനം, പീസ്. എന്നാൽ നമുക്ക് സമാധാനം തരാൻ കാരണം എന്നത്, നമുക്ക് സമാധാനമില്ലായിരുന്നു. അല്ലെങ്കിൽ ആണ്ടവരായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വരേണ്ട കാര്യമേ ഇല്ല. നമുക്ക് സമാധാനം, കാരണം നമ്മൾ പാപത്തിൽ വീണത് കൊണ്ട് നമ്മൾ എங்கே പോയിക്കൊണ്ടേയിരിക്കുക? നരകത്തിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുക. നരകത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ വഴി ഏതാ? നരകത്തിലെ യാത്ര. എപ്പടി നമ്മൾ അപ്പടി പോവുക? പിശാച് നമ്മളെ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുക. നമ്മളെ പാപങ്ങൾ ചെയ്യിച്ച്, അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്യിച്ച്, നമ്മൾ ആണ്ടവരായ പിതാവായ ദൈവത്തിൽ നിന്നും അകന്ന്, അല്ലെങ്കിൽ ആണ്ടവരായ ദൈവത്തോൽ നിന്നും മാറി നമ്മൾ എന്നാ പണുക? സാത്താൻ്റെ പിന്നാലെ നമ്മൾ പോയിടുക. അന്നേരം അതുകൊണ്ട് നമുക്ക് എന്നാ പറ്റി? നമുക്ക് സമാധാനം கிடைக்காது. അതായത് നമ്മളൊന്ന് വിചാരിച്ച് നമ്മുടെ അടിമത്തത്തിൽ കിടന്നാച്ചാൽ, നമ്മൾ പിശാചിന്റെ അടിമയ്ക്ക് സമാധാനമേ கிடைக்காது. അവന് യാതൊരു രീതിയിൽ സന്തോഷമേ கிடைக்காது. അവൻ എന്നാ രാവിലെ തൊട്ട് രാത്രി വരെയും അവന് വേല പണിയണം. അവൻ ഷാപ്പിട്ടോ ഇല്ലയോ അത് കാര്യമേ ഇല്ല. എന്ത് ഉടമസ്ഥൻ എന്നാ சொல்லுது, അല്ലെങ്കിൽ ഓണർ എന്നാ சொல்லுது, അല്ലെങ്കിൽ അടിമയുടെ അധിപതി എന്നാ சொல்லுது, അത് മാത്രം കേൾക്കുക. അവന് യാതൊന്നിനും ടൈം கிடைக்காது. കാരണം അവന്റെ സ്വത്ത് താൻ. അതായത് അടിമ എന്ന് ചൊല്ലിയാൽ നമ്മൾ ആരുടെയെങ്കിലും അടിമയായാൽ അവന്റെ സ്വത്ത് താൻ. അവൻ വില കൊടുത്ത് വാങ്ങിയത്, അല്ലെങ്കിൽ അവനെ ക്യാപ്ചർ ചെയ്ത് അവനെ കസ്റ്റഡിയിൽ വെച്ച് അവന്റെ പിശാചിന്റെ, അല്ലെങ്കിൽ ഉടമസ്ഥന്റെ കൺട്രോളിൽ വെച്ചേക്കുന്ന വ്യക്തി, അവന് എങ്ങുമേ ന്യായം கிடைക്കാതെ. അന്നേരം നമ്മൾ വാസിക്കുകയാണെങ്കിൽ നമുക്ക് എന്നാ വാസിക്കാൻ പറ്റും? നമുക്ക് യാതൊരു രീതിയിലും നമുക്ക് ഒന്നുമേ പേശാൻ മുടിയാതെ. എന്തുകൊണ്ട് പേശാൻ മുടിയാതെ? നമ്മൾ അടിമതാൻ. ആരുടെ അടിമതാൻ? പിശാചിന്റെ അടിമതാൻ. നമ്മൾ പിശാചിന്റെ അടിമയായിരിക്കുന്ന നമുക്ക് യാതൊരു രീതിയിലും സമാധാനമേ கிடைக்காതെ, നമ്മളോട് ആരും കരുണ തോന്നിക്കാതെ, നമ്മളോടൊന്നും പേശാതെ, നമുക്ക് ഒന്നും പേശാൻ മുടിയാതെ. കാരണം എന്നതാ? നമ്മൾ എന്നാ പറ്റിയാച്ചേ, നമ്മൾ ആണ്ടവരുടെ ചിത്തം കേൾക്കാതെ, ആണ്ടവർ പറഞ്ഞത് കേൾക്കാതെ, ആണ്ടവർക്ക് എഗൻസ്റ്റ് ആയിട്ട്, അല്ലെ ആണ്ടവർക്ക് വിപരീതമായിട്ട് പോയാച്ചേ. എங்கே പോയാച്ചേ? അത് ആദമിൽ നമ്മൾ വാസിക്കുന്നു. ആദം പാപം ചെയ്ത മൂലം താൻ നമുക്ക് ശാപം கிடைച്ചത്, അല്ലെങ്കിൽ നമ്മൾ ആണ്ടവരായ ദൈവത്തിൽ നിന്ന് നമ്മൾ അകറ്റപ്പെട്ടത്. അതായത് ആണ്ടവർ നേരത്തെ എന്നാ ചൊല്ലിയാച്ചേ, നീ ഏത് നാൾ നീ ഫലം നീ சாப்பிடுமோ ആ നാൾ നീ മരിക്കും. ഏത് മരണത്തെ പറ്റി ഇங்கே சொல்லுது? ഇங்கே சொல்லுന്ന മരണം എന്ന് ചൊല്ലിയാൽ ഏത് മരണവും താൻ? ദൈവത്തോടുള്ള വേർപാട്. ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ கிடைக்காது. നമുക്ക് ദൈവത്തോട് കൂട്ടായ്മ ഇല്ലെങ്കിൽ നമുക്ക് സമാധാനമില്ല. കാരണം നമുക്ക് സമാധാനം തരുന്ന ആരുതാൻ? ദൈവം താൻ, ആണ്ടവർ താൻ നമുക്ക് സമാധാനം തരും. നമ്മൾ ആണ്ടവരുടെ കൂട്ടായ്മയിൽ നിന്നും പോയാച്ച്, ആണ്ടവരുടെ പക്കത്തിൽ നിന്നും പോയാച്ച്, ആണ്ടവർ അന്നേരം നമുക്ക് ഒരു കാര്യം പിടിയണം. ആണ്ടവർ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ
നമുക്ക് മരണം വെച്ചിട്ടില്ല. മരണം നമുക്ക് വെച്ചതേയില്ല. നമുക്ക് മരണമേ ഇല്ല. എന്നിട്ട് നമ്മൾ എത്ര നാൾ വരെ ജീവിക്കണമെന്നാ ചൊല്ലുക? യുഗാനയുഗം, അതായത് അന്ധകാലം കാലത്തിന് അന്തമേ കിടക്കാതെ. അതായത് നമ്മൾ മരിക്കാൻ വേണ്ടി അല്ല നമ്മളെ ദൈവം സൃഷ്ടിച്ച. അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ച ആ സൃഷ്ടിയെ നമുക്ക് മരിക്കാൻ മുടിയാതെ. നമ്മുടെ ശരീരം ഈ ലോകത്തിൽ നിന്നും നമ്മളെ വേർപെട്ട് പോകും. എന്നാൽ പിന്നെ ഈ ശരീരം പിന്നെയും നമ്മളെ കുടിച്ച് നമ്മൾ ഈ ശരീരത്തോട് താൻ ഈ ലോകത്തിൽ പിന്നെയും നമ്മൾ വസിച്ചിരണം. അത് നിങ്ങൾക്ക് തിരിയുമോ? അതായത് നമ്മൾ പാപം ചെയ്തുകൊണ്ട് ഇത് ആണ്ടവരായ യേശു ക്രിസ്തുവിൽ ആണ്ടവരിൽ നിന്നും നമ്മൾ വേർതിരിഞ്ഞു പോയി, നമ്മൾ വേർപെട്ട് പോയാച്ച. അതുകൊണ്ട് ആണ്ടവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നാൽ ആണ്ടവരുടെ കൃപ, നമുക്ക് അറിയിക്കാത്ത കൃപ നമുക്ക് നൽകി എപ്പോഴും നൽകി? തൻ്റെ പുത്രൻ മുഖാന്തരം. അതായത് തൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ആണ്ടവർ തന്നെ, ത്രിയേക ദൈവത്തിൽ രണ്ടാമനായ ആ പുത്രൻ മുഖാന്തരം തന്നെ നമുക്ക് സമാധാനം നൽകി. നമ്മൾ എല്ലാ കാര്യങ്ങളും പണി നോക്കി എപ്പടി നമ്മൾ ആണ്ടവരുടെ പക്കത്തിൽ നമുക്ക് പോകാൻ മുടിയാതെ. എന്നാൽ ആ ആണ്ടവർ നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഏത് ആണ്ടവരായ യേശു ക്രിസ്തു എപ്പടി വിലയ്ക്ക് വാങ്ങി? സാത്താന്റെ പക്കത്തിൽ നിന്നും നമ്മളെ വിലയ്ക്ക് വാങ്ങി. എപ്പടി വിലയ്ക്ക് വാങ്ങി? സ്വന്തം ജീവൻ കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി. സ്വന്തം ജീവൻ കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തപ്പ് പണിയാൽ നമുക്ക് നമ്മൾ കോർട്ടിൽ പോയാൽ എന്നെ പറ്റും? നമുക്ക് പെനാൽറ്റി കിടക്കും, അല്ലെങ്കിൽ നമുക്ക് പിഴ കിടക്കും. ആ പിഴ ആര് കൊടുക്കണം? നമ്മൾ തന്നെ കൊടുക്കണം. എന്നാൽ ഈ പിഴ കൊടുത്തത് ആര് താൻ ചെയ്യുമോ? നമ്മൾ കൊടുത്തില്ല. പാപത്തിന്റെ ശമ്പളം മരണം. അതായത് നമുക്ക് മരണമായിരുന്നു വെച്ചിരുന്നത്. നമ്മൾ ആ പാപത്തിന്റെ ശമ്പളം അത് തന്നെ. ആ ശമ്പളത്തിന്റെ പിഴ അത് ആര് കൊടുത്ത്? ആണ്ടവരായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ആ ശാപത്തിന്റെ ആ പാപത്തിന്റെ പിഴ കൊടുത്താച്ച്. അത് എപ്പടി? ആ പാപത്തിന്റെ ശമ്പളം മരണം. അതായത് ആണ്ടവർ നമുക്ക് വേണ്ടി മരിത്താറേ. നമ്മൾ മരിക്കേണ്ടുന്ന മരണം ആരെടുത്താച്ചേ? ആണ്ടവരായ യേശുക്രിസ്തു എടുത്താച്ചേ. ആണ്ടവരായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തപ്പോൾ എത്ര പാപങ്ങളാ? നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും, അതായത് ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ പാപങ്ങളും അവൻ ഏറ്റെടുത്ത് അതിന്റെ പിഴ മുഴുവനും കൊടുത്താച്ചേ. അതിന്റെ ഫുൾ പെനാൽറ്റി അവൻ പേ പണിയാച്ചേ. അവൻ പേ പണിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഇനി എന്നതാ? നമ്മൾ ഫ്രീ. നമുക്ക് ഇപ്പം ഫ്രീ ആയിരിക്കുമ്പോൾ നമുക്ക് സമാധാനം കിടക്കും. അല്ലെങ്കിൽ നമുക്ക് സമാധാനിക്കും. നമുക്ക് ഈ പിഴ എപ്പോഴും കൊടുക്കും? നമുക്ക് ഇതിന്റെ ശമ്പളം നമുക്ക് എങ്ങനെ കിടക്കും? നമുക്ക് എന്നാ പണിഷ്മെന്റ് എന്നെ കിടക്കും എന്ന് നമുക്കൊന്നുമേ തിരിയാതെ നമുക്ക് ഒരു കാര്യം തിരിയും. നമുക്ക് വചനത്തിൽ നമുക്ക് മരണം നിത്യമാണെന്ന് ചൊല്ലിയാൽ അത് നരകത്തിലെ മരണം നമ്മൾ മരിക്കുകയല്ല, അവിടെ കിടന്ന് നമ്മൾ വേവുക. ആ ചൂടിലെ നമ്മൾ വെന്തുകൊണ്ടിരിക്കുന്ന ആ ഇടത്തിൽ നിന്നും ആണ്ടവരായ യേശുക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങി നമുക്ക് കൊടുക്കേണ്ട വില അവൻ കൊടുത്ത് നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ മക്കളാക്കി തീർത്തു. അതുകൊണ്ട് നമുക്ക് എന്നാ കിടച്ചാച്ചേ? സമാധാനം കിടച്ചാൽ. എൻ്റെ സമയം എനിക്ക് മുടിഞ്ഞാച്ചേ. ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങൾ എൻ്റെ വചനം കേട്ടതിന് ആണ്ടോട് നാം മഹത്വപ്പെടുമാറാകട്ടെ. ആണ്ടോട് നമ്മളോട് ചൊല്ലിയ സത്യം നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചൊല്ലത്. ആൻഡ്രോയിഡ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ നമ്പർ 9791843308. അതുതാണ് എൻ്റെ നമ്പർ. താൻ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിൽ എന്നോട് പേശിടാം. ആൻഡ്രോയിഡ് ബലത്തിൽ നിന്നും ഞാൻ എല്ലാ ദിവസവും ഞാൻ പേശത് നിങ്ങൾക്ക് കേട്ടിടാം. ഞാൻ ഓരോ വചനമായിട്ട് പോയിട്ട് ആൻഡ്രോയിഡ് നമ്മളോട് എന്നെ പേശുന്നെന്ന് ഞാൻ നിങ്ങളോട് ചൊല്ലിടാം. ആൻഡ്രോയിഡ് നാമത്തിൽ പ്രമാണമാകട്ടെ. ആമേൻ.